ഹലോ ചങ്ങാതിമാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞൊരു ഓട്ട് വരണ നമ്മൾ മരത്തിൻ്റെ കഴുക്കോലും പട്ടികകളൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൽ കയറ്റിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തത് ഒരു 2.5 ദിവസം കൊണ്ടാണ് കേട്ടോ. ഓട് പൊളിക്കലും അതുപോലെ മേച്ചിലടക്കം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത് ഫുൾ ചെയ്യുന്നത് എന്നുള്ളത് പൊളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ രാവിലെ വന്ന വഴിക്ക് തന്നെ നമ്മൾ ഓട് പൊളിക്കാൻ കയറിയപ്പോൾ നമ്മൾ ഓട് ഇളക്കി തുടങ്ങിയപ്പോൾ തന്നെ പട്ടിയൊക്കെ ഒരുവിധം ചെതൽ വന്നിട്ട് പോയിട്ടുണ്ട്. നല്ല ചെതൽ പിടിച്ച് തുടങ്ങിയേക്കുന്നത്. കഴുക്കോലൊന്നും അത്രയ്ക്ക് കുഴപ്പമില്ല, പട്ടിയെ പക്ഷെ ഒരുവിധം നല്ല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുക്കലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓട് കംപ്ലീറ്റ് നമ്മൾ നേരെ താഴത്തേക്ക് ഇറക്കി ആ ഓടിന് തന്നെയാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ഒക്കെ റൂമിലേക്കാണ് ഇറക്കിയിട്ടുള്ളത്. നമുക്ക് ഇത് നേയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതിനുശേഷം കംപ്ലീറ്റ് മരങ്ങളും നമ്മൾ ഇതുപോലെ പൊളിച്ചിറക്കി ആ ചുമരൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോക്സിൻ്റെ ഗ്രേ കളറാണ് അടിച്ചിട്ടുള്ളത്. നമ്മളല്ല കേട്ടോ അത് അടിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ പാർട്ടി ഇറക്കി തന്നതാണ്. നമ്മൾ വെറും ലേബറിനാണ് അവിടെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ മൊത്തത്തിൽ അത് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്ന് വർക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉത്തരം കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഗാഡി കട്ട് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ച് ലോക്ക് ചെയ്ത് ഇടുന്ന സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അളവ് ഇതിൻ്റെ നീളം വീതി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കയറ്റി ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മോന്തായം വെക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വരുന്ന ആ ചീനാന്തിയിൽ കുത്തു കൊടുത്ത് നിർത്തിയതിന് ശേഷം അതുമെന്ന് കോടി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്തു വരുന്നത് ഏട്രസ് കയറ്റിയിട്ട് ആ ഏട്രസിൽ നിന്ന് കോടി ഇറക്കുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, മോന്തായം കയറ്റിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ കോടി ഇറക്കിയിട്ടുള്ളത്. ഇതിൽ മുന്നേ എങ്ങനെയാണോ അളവിലുണ്ടായിരുന്നത് ആ ഒരു അളവിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹൈറ്റിലോ ഒന്നിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ആ ഒരു ഹൈറ്റിനും ആ ഒരു നീളത്തിന് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോടിയും അതുപോലെ തന്നെ കഴുക്കോലുകളൊക്കെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പറ്റുകൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പറ്റുകൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 4 അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ കഴുക്കോലിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1.5 മുക്കാലിൻ്റെ 6.5 കിലോൻ്റെ പൈപ്പാണ് നമ്മളിതിൽ അടിക്കുന്നത് പട്ടിയൊക്കെയായിട്ട്. അതുപോലെ തന്നെ 3 കൊന്നറിൻ്റെ 15.5 കിലോൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ കഴുക്കോലിന്. നമ്മുടെ വീട് പൊളിക്കലൊക്കെ കഴിഞ്ഞ് സെറ്റിങ് തുടങ്ങിയപ്പോൾ മഴ ന്യൂനമർദ്ദം പ്രശ്നം, മഴച്ചാറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാർപ്പായ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാത്രി കെട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പട്ടിക ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓടിൻ്റെ കറക്റ്റ് അളവിന് 2 തോതൊക്കെ ഉണ്ടാക്കി അത് വെച്ചിട്ട് അടിച്ച് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ പട്ടികടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ തോത് വെച്ച് കറക്റ്റായി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പട്ടിക അടിക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഇനി നമുക്കിതൊന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുന്ന് വെൽഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ആളാണ് കേട്ടോ, ജോയിച്ചനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വർക്ക് നടക്കുന്നത്. മൂപ്പര് കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ നമ്മളുടെ പിന്നാലെ ആൾ കമ്മിയാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരൊന്ന് തിരിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ കൂടിയതാണ്. മൂപ്പര് അവിടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ച് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ ആളെ. മൂപ്പര് ഇവിടെ അല്ല, കോയമ്പത്തൂരൊക്കെയാണ്. അവിടെ നല്ല വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യനാണ്, മോട്ടറിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളിപ്പോൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ കയറ്റുമ്പോൾ ഇതാകുമ്പോഴൊക്കെ പെയിൻ്റ് ഒരുപാട് പോയിട്ടുണ്ടാവും. അത് വെൽഡ് ചെയ്ത ഭാഗങ്ങൾ അവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഓട് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. നല്ല അടിപൊളി ഓടാണ്, ഡബിൾ ഗാഡി ഓടാണ് കേട്ടോ. ലീക്കിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സിംഗിൾ ഗാഡിയൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡബിൾ ഗാഡി ആകുമ്പോൾ ലീക്കിൻ്റെ പ്രശ്നങ്ങൾ നോക്കുക വേണ്ട. റൂമിലേക്ക് നമ്മൾ ഓരോ റൂമിലും നമ്മൾ ഈ ഓടുകൾ ഇറക്കി വെച്ചിട്ടുള്ളത്.
അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് കയറ്റി മേയാൻ സുഖമായിരുന്നു കേട്ടോ. രണ്ടാൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മേഞ്ഞ് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റിങ് ഇതാ ഓടിൻ്റെ മേച്ചിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം ഭാഗങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടി ലൈൻ വെക്കൽ കഴിഞ്ഞ് ജോയിച്ച മീത ലൈൻ ഇങ്ങനെ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു നെറ്റിയും കൂടി വെക്കാനുണ്ട് പാത്തിയോട്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. പല സൈസ് ഓടുകളല്ലായിരുന്നു. പല സൈസ് ഓടുകളാണെന്നുണ്ടെങ്കിൽ ലൈൻ ഒരേപോലെ ആയി മാറും. ഇത് ഒരേ ഓടായതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു മേഞ്ഞപ്പോൾ. ലീക്കിൻ്റെ പേടിയെ നമുക്കില്ല, അത്രത്തോളം കറക്റ്റായിരുന്നു. നമ്മുടെ പാത്തിയോടുകൾ വിരിക്കൽ ഇതോടെ കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് മൂല സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മൂല സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ തട്ടിയിട്ടോ കൊട്ടിയിട്ടോ നല്ല വെക്കുന്നത്. കറക്റ്റ് മെഷീനിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെരിവ് കറക്റ്റ് മാർക്ക് ചെയ്ത് മെഷീനിൽ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അടുപ്പിച്ച് സെറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ എലി കയറി ഇരിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. ഇനി ഇതിൽ സിമെൻറ്റ് ഇടാനുണ്ട് കേട്ടോ. സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമ്മൾ ആ മൂല കറക്റ്റായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂല വരെ അത്രയും പക്കയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ സിമെൻറ്റ് കൂടി ഇട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഫ്രണ്ട് ഭാഗം അടച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും കയറില്ല. അത്രത്തോളം ഗ്യാപ്പൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തൂക്കോ ബെൻഡോ പിരിവോ ഒന്നുമില്ല, കറക്റ്റായിട്ട് ഓടി ഇരിക്കുന്നുണ്ട്. ഇനി 2 മഴയും വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഈ പിരിവുള്ള ഓടുകളൊക്കെ ഒന്ന് നമ്മളടിച്ച പട്ടികയിൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. മരത്തിലിരിക്കുമ്പോൾ വളവും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനനുസരിച്ചിട്ട് ഓട് പിരിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളുടെ ഇതിലൊന്ന് സീറ്റിംഗ് ആവാൻ ഒരു മഴയും വെയിലൊക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ മൂല വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മൂലകൾ സെറ്റ് ചെയ്ത് മൂലോടും കറക്റ്റ് വെച്ച് സ്ട്രക്ചർ വർക്കും അതുപോലെ തന്നെ ഫ്ലാറ്റോടുകൾ മേച്ചിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മുടെ ഈ മൂല വെക്കലിലാണ് കുറച്ച് ചടങ്ങ് കറക്റ്റാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് വരണ്ടേ. അപ്പോൾ അതിലാണ് നമുക്ക് കുറച്ച് ടൈം പോയിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ മൂല വെക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ലൈനൊക്കെ കറക്റ്റാക്കി ഒരു ബെൻഡോ പിരിവൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓട് കറക്റ്റാക്കി ലൈനൊക്കെ കറക്റ്റാക്കി മൂല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ടാണ്. മൂലോടിൻ്റെ ചെരുവടക്കം പക്കയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞങ്ങൾ 3 ആളാണ് കേട്ടോ വർക്കിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോയിച്ചിൻ്റെ കാര്യം നമ്മൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആളുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ആൾ കണ്ടോണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 3 ആൾ പോയി 3 ദിവസം 10 രൂപ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഒരു 600 സ്ക്വയർ ഫീറ്റിന് മീതെ നമുക്കിത് ഏരിയ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിന് ആൾക്ക് മൊത്തം സാധനത്തിന് വന്നിട്ടുള്ളത് 40 രൂപേൻ്റെ അടുത്ത്. ഫസ്റ്റ് ഒരു 35 പിന്നെ ഒരു പട്ടി ഒരു 10,000 രൂപേൻ്റെ അടുത്ത് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് വന്നിട്ടുണ്ടാവും. ഒരു 40 രൂപേൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അത്രയാണ് ആൾക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.